ഞാനൊരു ദിവസം ഇന്നസെന്റിനോട് പറഞ്ഞു, ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്, 2 ദിവസം കഴിഞ്ഞിട്ട് എന്റെ കല്യാണമാണ്. ആഘോഷമൊന്നുമില്ല, രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ടുള്ള കല്യാണമാണ്. വൈകുന്നേരം വരുമ്പോൾ പുള്ളി എന്റെ കയ്യിൽ ഒരു 400 രൂപ തന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ലല്ലോ, ഇത് എവിടുന്ന് ഈ 400 രൂപ കിട്ടി? അപ്പോൾ പുള്ളി പറഞ്ഞു, ആലീസിന്റെ വള. അങ്ങനെ ആ 400 രൂപയും കൊണ്ടാണ് ഞാൻ നാട്ടിലേക്ക് എത്തുന്നത്. അമ്മ പറഞ്ഞു, രജിസ്റ്റർ ഓഫീസൊക്കെ ഇരിക്കട്ടെ, അവളുടെ കഴുത്തിലൊരു താലി കെട്ടണം, സ്വർണത്തിന്റെ താലി കെട്ടണം. ഞാൻ പറഞ്ഞു, സ്വർണത്തിന്റെ താലി കെട്ടാൻ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, നടക്കില്ല, അതില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരുപാട് വാശി പിടിച്ചു. അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി. അപ്പോൾ നേരെ മമ്മൂട്ടിയുടെ അടുത്ത് പോയി. രാത്രിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നാളെ എൻ്റെ കല്യാണമാണ്, നാളെ റേസ് ഓഫീസിൽ വെച്ചിട്ട് ആരെയും ക്ഷണിക്കുന്നൊന്നിട്ട് പോയി. രാത്രിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നാളെ എൻ്റെ കല്യാണമാണ്, നാളെ റേസ് ഓഫീസിൽ വെച്ചിട്ട് ആരെയും ക്ഷണിക്കുന്നൊന്നുമില്ല, എനിക്കൊരു 2000 രൂപ വേണം, ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2000 രൂപ അദ്ദേഹം തന്നു. അങ്ങനെ സ്വർണത്തിന്റെ ഒരു താലി വാങ്ങിച്ചു. രജിസ്റ്റർ ഓഫീസിന്റെ വരാന്തയിൽ വെച്ചാണ് ഞാനത് എൻ്റെ ഭാര്യയായ അവരുടെ കഴുത്തിൽ കെട്ടുന്നത്. അപ്പോൾ ഒരു ക്രിസ്ത്യാനി തന്ന 400 രൂപ, മുസ്ലിമായ മമ്മൂട്ടി തന്ന രൂപയ്ക്ക് ഹിന്ദുവായ പെൺകുട്ടിയുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ സ്വർണത്താലി. എന്ത് മതം, ആരുടെ മതം, എവിടെയുള്ള മതം?